പറയുന്ന 5 കാര്യങ്ങൾ നിങ്ങളെ വീട്ടിലുണ്ടോ എന്നാൽ നിങ്ങൾക്ക് അലർജി വിട്ട് മാറില്ല. നിങ്ങൾക്ക് അലർജി ഉണ്ടായിട്ടും അലർജിക്ക് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും ഈ ഒരു 5 കാര്യങ്ങൾ നിങ്ങളെ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അലർജി വിട്ട് മാറാൻ പോകുന്നില്ല. സ്ട്രോങ് കെമിക്കൽസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ വീട് ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ആദ്യം ഒഴിവാക്കേണ്ടത്. കാരണം ഈ സ്ട്രോങ് ആയിട്ടുള്ള കെമിക്കൽസ് ഏറ്റവും കൂടുതലായിട്ട് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുകയും നമ്മുടെ മൂക്കിലൊക്കെ സ്മെല്ല് കൂടുതലായിട്ട് വരികയും അതുകൊണ്ട് തന്നെ ശക്തമായിട്ട് അലർജി ഉണ്ടാവാനും കാരണമാകുന്നുണ്ട്. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മളെ വീടുകളിൽ നമ്മൾ വീടിനകത്ത് വെക്കുന്ന ചെടികളുണ്ട്. ഈ ചെടികളിലൊക്കെ എന്തായാലും ഫംഗസിന്റെ ബാധ ഉണ്ടാവാറുണ്ട്. അപ്പം അതൊക്കെ ഒരു കാരണമാണ് അലർജി കൂടുതലായിട്ട് ട്രിഗർ ചെയ്യാൻ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കുക. ഇടയ്ക്ക് അത് ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ അത് ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. സ്റ്റഫ്ഡ് ആയിട്ടുള്ള ടോയ്സ് അതുപോലെ തന്നെ കർട്ടൻ ഒരു 1-2 ആഴ്ച കൂടുമ്പോൾ തീർച്ചയായിട്ടും ക്ലീൻ ചെയ്യേണ്ടതാണ്. ഏറ്റവും കൂടുതൽ ഡസ്റ്റ് അതിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും. എയർ ഫ്രഷ്നേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ, അതുപോലെ അഗർബത്തീസ്, കൊതുക് തിരിയൊക്കെ സ്ഥിരമായിട്ട് വീട്ടിൽ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിർത്തേണ്ടതാണ്. കാരണം ചെറിയ കുട്ടികൾക്ക് മുതൽ വലിയ ആളുകൾക്ക് വരെ ഇത് അലർജി കൂട്ടാനും ആസ്മ കൂടാനും ഇതൊരു കാരണമാകുന്നുണ്ട്. പഴയ ബെഡുകളും തലേണകളും 5 മുതൽ 7 വർഷത്തിനുള്ളിൽ എന്തായാലും മാറ്റേണ്ടതാണ്. നമ്മൾ ക്ലീൻ ചെയ്താൽ പോലും അതിലൊക്കെ നന്നായിട്ട് ഡസ്റ്റ് മൈറ്റ്സ് ഉണ്ടാവും. 5-6 വർഷം കൂടുമ്പോൾ അത് റീപ്ലേസ് ചെയ്യുന്നത് നല്ലതാണ്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ അലർജി ഉണ്ടാവാനുള്ള സാധ്യത നല്ല രീതിയിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ്.